എന്താ പ്രസവ ഏജൻസി അല്ലേ? എടാ ഇത് പരസ്യ ഏജൻസി. ഞാൻ പ്രൊപ്പറേറ്റർ മനോഹരൻ. ഞാൻ അങ്ങോട്ട് വരട്ടെ? എന്നാ കേറി പോരോ. ഹലോ ഹലോ. ആരാ നീ? കട്ടപ്പ. ഞാൻ ബാഹുബലി. അതല്ല, പേര് മാറി. ഞാൻ കട്ട മുതലാളി. ഇവിടെ വല്ലവന്റെയും കട്ടിട്ട് എന്തിനാ ഇങ്ങോട്ട് വന്ന്? ഇവിടെ പോടാ, പോലീസ് വരുവാടാ. ഞാൻ എന്തിനു ഓർഡർ? ഇങ്ങോട്ട് വാടാ. എടാ ഞാൻ മറ്റേ വീടിന്റെ കട്ടയൊക്കെ പണിയൂലേ, അതിന്റെ മുതലാളി കട്ടക്കുട്ടപ്പൻ. ഞാൻ വിളിച്ചിരുന്നു ഇന്നലെ. കട്ടയുടെ പരസ്യം ചെയ്യാൻ വന്ന മുതലാളി. പറയണ്ടേ മുതലാളി? ഇരി. ഞാനേ ഈ ടെൻഷൻ കാരണം ആളങ്ങ് മറന്നുപോയി. എന്റെ പരസ്യം എന്തായി? പരസ്യം റെഡിയല്ലേ? നമ്മുടെ ആദ്യത്തെ ലൊക്കേഷൻ വരുന്നത് സഹാറ മരുഭൂമി. സാധാരണ മരുഭൂമിയാ? അല്ല, ഇച്ചിരി കലിപ്പുള്ള മരുഭൂമി. കഥ കേളുവേ. ആ കഥ പറ. സഹാറ മരുഭൂമിക്കൂടെ ഒട്ടകം സാറിന്റെ കട്ടയും കടിച്ചു പിടിച്ചോണ്ട് ഇങ്ങനെ വരണം. മരുഭൂമിയിൽ എങ്ങനെ ഒട്ടകം വരും? ഒട്ടകം നമുക്ക് ആനിമേഷൻ ചെയ്യാം. ആനയെ കൊണ്ട് വേഷം ചെയ്യിപ്പിക്കാൻ ഷാജി കൈലാസ് സമ്മതിക്കോ? എടാ നീ ഇത് ഒറ്റയ്ക്ക് അങ്ങ് തീരുമാനിച്ചോ? പ്രൊഡ്യൂസറെ എന്റെ അടുത്ത് ഒന്ന് ചർച്ച ചെയ്യണ്ടേ നിനക്ക്? ആണ്ട കിടക്കണം അവലും കഞ്ചി. എവിടെ കിടക്കണ? ഞാൻ ഒരു പ്രാസം പറഞ്ഞത് മുതലാളി. നിന്റെ എന്ത് പ്രയാസം പറഞ്ഞാലും ശരി, ഷൂട്ട് കഴിയാൻ ഞാൻ ന്യായ പൈസ തരൂല അനിയ. അങ്ങനെയാണെങ്കിലേ നമുക്ക് കട്ടേ വെച്ച് ഒരു പാട്ട് അങ്ങോട്ട് ചെയ്താലോ? പാട്ട്? അത് വിളിക്കും. അപ്പൊ കട്ടേ വെച്ച് പാട്ട് റെഡി. 1 2 3 4. 4 ഇഞ്ചിന്റെ കട്ട വെക്കാം, മട്ടമെന്ന് കള്ളം ചൊല്ലാം, കട്ടളകൾ വെക്കും നേരം, പൊട്ടക്കട്ട പൊക്കി അടുക്കാം, നാട്ടുകാര് കൈവയ്ക്കും നേരം, എസ്കേപ്പ് ആകാം. ഇത് കുട്ടപ്പൻ ചേട്ടന്റെ കട്ട, നീ വാങ്ങാതെ പോകല്ലേ കുട്ട, ഇത് വാങ്ങുന്ന നേരം തൊട്ട വന്ന് അർബാനെ കൊണ്ടുപോട. പാട്ട് എനിക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടു. പക്ഷെ എനിക്ക് യൂത്തിനെ പുള്ളിയാണ് ഒരു സാധനമാണ് ആവശ്യം. യൂത്തിന് പുള്ളിയാണോ അല്ലേ? യൂത്തിന് പുള്ളിയനാണെങ്കിൽ എന്റെ റൈറ്റ് ഉണ്ട്. എടുക്കട്ടെ? എടുത്തെറി അങ്ങോട്ട്. 3 4. ഓ കുട്ട വാ കുട്ട, കട്ടപ്പന്റെ കുട്ട വാങ്ങാൻ കട്ടട്ട 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 കട്ട കട്ട സൂപ്പർ കട്ട, കുട്ടയിൽ നിറയെ മുട്ടൻ കട്ട. ഓ കുട്ട വാ കുട്ട, കുട്ടപ്പന്റെ കട്ട വാങ്ങ കട്ടട്ട 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 കട്ടട്ട. കൊള്ളാം. ഇത് പൊളിക്കും. എനിക്ക് ഈ പാട്ട് കേട്ടിട്ട് ആകെ അങ്ങ് കൺഫ്യൂഷൻ ആയി. ഇവിടെ ഞാൻ ഇതൊരു പാൻ ഇന്ത്യൻ ലെവലിൽ പിടിച്ചാലോ എന്നാണ് ആലോചിക്കണത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് രാവണൻ വെച്ച് പാടിപ്പിക്കാം. 10 തലയല്ലേ ഇരിക്കണം, 10 ലാംഗ്വേജിൽ പാട്ടും കിട്ടും, ഒരാൾക്കുള്ള പേയ്മെന്റും കൊടുത്താൽ മതി. ഇത് ഫിക്സ്. ഒരു മിനിറ്റ് എനിക്കൊരു കോള് പറഞ്ഞേ. ഹലോ, ഐസിയുലോ കൊച്ചാ? ഞാൻ അങ്ങോട്ട് വിളിക്കാം. എടാ എനിക്കൊരു കൊച്ചാടാ, എനിക്കൊരു പെൺകൊച്ചി. ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ, വൈഫിനെ ഒന്ന് വിളിച്ച് പറയട്ടെ. വൈഫിനെ? എടാ വെണ്ടേ, എന്തോ ഒന്നിങ്ങോട്ട് വന്നേ. എന്തോ പുളുത്താനാ ഭാര്യയെ വിളിക്കുന്നേ? അയ്യേ, ഞാൻ നിന്നെ പറ്റിച്ച് നീ പറ്റിയില്ലേ? പിന്നെ നമ്മളപ്പം പാൻ ഇന്ത്യൻ ലെവലിൽ ഒരു പരസ്യം പിടിക്കുന്നു. ഓക്കെ. നിന്റെ ഈ ചെറിയ സെറ്റപ്പ് ഒക്കെ വെച്ചിട്ട് എന്റെ ഇത്രയും വലിയ പരസ്യം പിടിക്കാൻ പറ്റുമോ? എന്റെ പവിഴ നിക്കറിന്റെ പരസ്യം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പവിഴ നിക്കറോ? തമിഴന്മാരുടെയാ. സാധാരണ നിക്കറല്ല. ഇതിൽ എന്തൊക്കെ അടങ്ങിയിട്ടുണ്ടെന്ന് അറിയാമോ? എന്തൊക്കെ? കച്ചാർ വാഴ, ആടലോടകം, ബദാം പരിപ്പ്, അണ്ടിപ്പരിപ്പ്, മുട്ടയുടെ വെള്ള, ഇതൊക്കെ ചേർത്ത് പട്ടുനൂൽപ്പുടുവിന്റെ പട്ട് വെച്ചുണ്ടാക്കുന്ന ആയുർവേദ നിക്കർ. ഒരു തരി സൈഡ് എഫക്റ്റ് ഇല്ല. ഓ, കേട്ടിട്ട് എനിക്ക് അങ്ങ് കൊതിയാവണ്. ഇടാനാണോ? തിന്നാൻ. എടാ പിന്നെ നില്ല ഒരു മിനിറ്റ്, ഒരു കോള് പറഞ്ഞേ. ഹലോ, പൊട്ടിയാ? എടാ ഏതെങ്കിലും ഒന്ന് പറ. പൊട്ടിയില്ലേ? അയ്യോ പൊട്ടിയില്ല. അയ്യോ പൊട്ടിയിലേക്ക് ഇങ്ങനെ പട്ടി മോങ്ങണക്ക് മോങ്ങണ ഇതിന്. പൊട്ടാതിരുന്ന എന്റെ പടക്കോടാ. ഈ ബിസിനസ് എന്ന് പറഞ്ഞാലേ ടെൻഷൻ പിടിച്ച പരിപാടിയാണ്. എന്നാ പിന്നെ കച്ചവടം എന്ന് പറ, ഇച്ചിരി ടെൻഷൻ കുറഞ്ഞു കിട്ടും. ചുമ്മാ എന്നെ കളിയാക്കല്ലേ. മുതലാളി എന്തോ ഗുളികയാക്കിയത് ഇവിടെ പോയി. മുതലാളി വലിവ് മാറിയോ? മാറി. ഓക്കെ ആയോ? ഓക്കെ ആയി. കുഴപ്പമൊന്നും ഇല്ലല്ലോ. നീ ഇതെന്തൊരു ഗുളിയാ തന്നത്? ഇപ്പൊ എനിക്കൊരു ഉന്മേഷമൊക്കെ അങ്ങോട്ട് തോന്നുന്നുണ്ട്. 4 കാലികൾക്ക് ആന്ത്രാക്സിന് കൊടുക്കുന്ന ഒരു പൊക്കളാച്ചി ഗുളികയാ. ഇന്നാണ് ഇത് കൊണ്ടൊരു പ്രയോജനം ഉണ്ടായത്. മുതലാളി, നമുക്ക് ഷൂട്ടപ്പ് ഫിക്സ് ചെയ്യാം. ചുമ്മാ മിമിക്രി കാണിക്കാതെ കാര്യം പറയുമോ? മുതലാളി